ലോക സാമ്പത്തിക ക്രമത്തെയും ആഗോള കപ്പൽ ഗതാഗതത്തെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പേർഷ്യൻ ഗൾഫിൽ വീണ്ടും ഒരു കടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ 2 വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുത്തതാണ് ഈ സംഘർഷത്തിന് കാരണം. ഇതിൽ ഒരു കപ്പൽ വരുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള മുന്ദ്ര തുറമുഖത്തേക്കായിരുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ അതീവ ഗുരുതരമാക്കുന്നത്. ഇറാന്റെ സൈനിക വിഭാഗമായ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് അഥവാ IRGCയാണ് ഈ നടപടിക്ക് പിന്നിൽ. ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഈ വിഷയത്തിന്റെ ആഴം നമുക്കൊന്ന് പരിശോധിക്കാം. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന 3 കപ്പലുകളെയാണ് IRGC ലക്ഷ്യം വെച്ചത്. അതിൽ MV എപ്പാമിനോണ്ടാസ്, MSC ഫ്രാൻസിസ്ക എന്നീ 2 കണ്ടെയ്നർ കപ്പലുകളെ ഇറാൻ സേന പിടിച്ചെടുത്തു. ഇതിൽ MV എപ്പാമിനോണ്ടാസ് വരുന്നത് ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിലേക്കാണ്. ഇറാൻ നാവികസേന ഈ കപ്പലുകളിൽ അതിക്രമിച്ചു കയറുകയും അവയെ ഇറാന്റെ പ്രാദേശിക ജലാതിർത്തിയിലേക്ക് മാറ്റുകയുമായിരുന്നു. 3ാമത്തെ കപ്പൽ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും ഈ 2 കപ്പലുകളും ഇപ്പോൾ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്? ഇവിടെയാണ് ഈ സംഭവത്തിന്റെ ആദ്യത്തെ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇറാൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. കപ്പലുകളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന AIS അഥവാ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഈ കപ്പലുകൾ കൃത്രിമം കാണിച്ചുവെന്ന് ഇറാൻ ആരോപിക്കുന്നു. പല കപ്പലുകളും തങ്ങളുടെ ട്രാക്കിംഗ് സിസ്റ്റം ഓഫ് ചെയ്തുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇറാന്റെ പക്ഷം. സമുദ്രസുരക്ഷയും രാജ്യത്തിന്റെ പരമാധികാരവും സംരക്ഷിക്കാനാണ് ഈ കപ്പലുകൾ പിടിച്ചെടുത്തതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും വസ്തുതകൾ പരിശോധിച്ചാൽ ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത തർക്കങ്ങളുടെ തുടർച്ചയാണിത്. കഴിഞ്ഞ കുറച്ചുകാലമായി ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക വലിയ തോതിലുള്ള നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ മാർഗമാണ് വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുക എന്നത്. അതായത് അമേരിക്കയുടെ ഉപരോധത്തിന് ഇറാൻ നൽകുന്ന ശക്തമായ തിരിച്ചടി. ഈ സാഹചര്യത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഒരു ഗ്രേ സോൺ യുദ്ധമെന്നാണ്. അതായത് നേരിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിന് സമാനമായ അതീവ അപകടകരമായ സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. താൻ യുദ്ധത്തിൽ വിജയിച്ചുവെന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ കടലിൽ നിലയുറപ്പിക്കുകയും ഇറാന്റെ കപ്പലുകളെ തടയുകയും ചെയ്യുന്നിടത്തോളം കാലം സമാധാനമെന്നത് വെറും അർത്ഥശൂന്യമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കി. അമേരിക്ക ഉപരോധം തുടരുന്നിടത്തോളം കാലം ഹോർമസ് കടലിടുക്ക് സാധാരണ നിലയിലാവില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. ഇവിടെയാണ് ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയെ ഒരായുധമായി മാറ്റുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിന്റാണ് ഹോർമൂസ് കടലിടുക്ക്. ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ തന്ത്രശാസ്ത്ര ആയുധവും ഇതുതന്നെയാണ്. ഒരാണവായുധത്തേക്കാൾ വലിയ പ്രഹരശേഷി ഈ കടലിടുക്കിന്റെ നിയന്ത്രണത്തിലൂടെ ഇറാൻ കൈവരിക്കുന്നു. ഈ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. എണ്ണവില കുതിച്ചുയരുകയും കപ്പലുകളുടെ ഇൻഷുറൻസ് തുക വർദ്ധിക്കുകയും ഇതിന്റെ ഫലമാണ്. ഇറാന്റെ അനുവാദമില്ലാതെ ഒരു കപ്പലും ഇവിടെ സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് അവർ ലോകത്തിന് നൽകുന്നത്. ഇത് കേവലം സൈനികമായൊരു നീക്കമല്ല, മറിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ ആയുധമാക്കുന്ന രീതിയാണിത്. ഈ സംഭവത്തിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്ന 3 പ്രധാന സിഗ്നലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, വെടിനിർത്തൽ എന്നത് സമാധാനമല്ല എന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. രണ്ടാമതായി, ഹോർമൂസ് കടലിടുക്കിലെ അധികാരം തങ്ങൾക്കാണെന്ന് അവർ വീണ്ടും തെളിയിക്കുന്നു. ഇതൊരു സ്വതന്ത്ര പാതയല്ല, മറിച്ച് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയാണെന്ന് അവർ കാണിക്കുന്നു. മൂന്നാമതായി, ലോകരാജ്യങ്ങളെ അമേരിക്കയ്ക്കെതിരെ തിരിക്കുക എന്ന തന്ത്രവും ഇതിനു പിന്നിലുണ്ട്. എണ്ണവില കൂടുമ്പോൾ മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഇറാൻ കരുതുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടത്താൻ അമേരിക്ക ഇപ്പോൾ നീക്കം ചെയ്യുന്നു. അടുത്ത 36 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ചർച്ചകൾ നടന്നേക്കാമെന്ന് ട്രംപ് സൂചന നൽകി. എന്നാൽ ഇറാൻ ഇതിനോട് അനുകൂലമല്ല പ്രതികരിക്കുന്നത്. 2ാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല.
അമേരിക്കൻ പ്രതിനിധി ജെ.ഡി. വാൻസ് ഇസ്ലാമാബാദിലെത്തിയെങ്കിലും ഇറാനിയൻ പ്രതിനിധികൾ അവിടെ എത്താതിരുന്നത് ചർച്ചകളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്നു. അമേരിക്ക ഉപരോധം പൂർണ്ണമായും നീക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ഇറാൻ. ചുരുക്കത്തിൽ, ഗുജറാത്തിലേക്ക് വരേണ്ടിയിരുന്ന കപ്പൽ പിടിച്ചെടുത്തത് കേവലം ഒരു ചെറിയ പ്രശ്നമല്ല, അത് ആഗോളതലത്തിൽ നടക്കുന്ന വലിയൊരു അധികാര വടവലിയുടെ ഭാഗമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജസുരക്ഷയ്ക്കും വ്യാപാരത്തിനും ഈ പാത അതീവ പ്രധാനമാണ്. അതുകൊണ്ടുതന്നെ ഈ മേഖലയിലെ ഓരോ ചലനവും ഇന്ത്യ ഉറ്റുനോക്കുന്നു. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് നീങ്ങുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങളുടെ താൽപര്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം വരും ദിവസങ്ങളിൽ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി തുടരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.